ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നു. എന്തായാലും പ്രതികൾക്ക് പോലീസിൻ്റെ ഒത്താശ ലഭിച്ചിരിക്കാമെന്ന് കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട് IG-ക്ക് കൈമാറും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രജിത്താണ് നൽകുക. നമുക്ക് രജിത്ത് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ ED-യെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിക്കുന്നു, ഊഞ്ഞാലാടുന്നു, ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇനി നടപടി എങ്ങനെയായിരിക്കും? ഇന്നലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ തരത്തിലുള്ള ഓണാഘോഷം, പോലീസിൻ്റെ ഓണാഘോഷം നടന്നത്. ഈ പോലീസിൻ്റെ ഓണാഘോഷ പരിപാടിയിലാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളൊക്കെയും ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത് റിപ്പോർട്ട് ഇതിനോടകം തന്നെ കമ്മീഷണർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇനി IG-ക്ക് സമർപ്പിക്കും. IG ആയിരിക്കും ഇത് സംബന്ധിച്ച എന്ത് നടപടി, കമ്മീഷണർ എന്ത് നടപടി സ്വീകരിക്കാമെന്നത് സംബന്ധിച്ച റിപ്പോർട്ട് IG-ക്ക് സമർപ്പിക്കും. IG ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആണ് ED കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് അവിടെ ഒപ്പിടേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ആ ഒപ്പിടാനായി എത്തിയപ്പോഴാണ് ഇവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. IP ബിനു ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രതി IP ബിനു ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ തടസ്സപ്പെടുത്താനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. രാവിലെ 10:20 കൂടിയാണ് പ്രതികൾ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അതിനുശേഷം അത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 10:37 ഈ IP ബിനു ഊഞ്ഞാലാടുന്ന ചിത്രീകരിക്കുന്നത്. മറ്റു പ്രതികൾ അതേസമയം തന്നെ ഒപ്പിടുന്നതിനായി പോവുകയും ചെയ്തിരുന്നു. SHO പ്രശാന്ത് അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇന്നലത്തെ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാകുന്നത്. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ മറ്റു പോലീസുകാർ ഇതിനെ തടയാൻ തയ്യാറായില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി IG-യുടെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇവരുടെ ജാമ്യമടക്കം റദ്ദാക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്. നാളെ ഇവരുടെ ജാമ്യമടക്കം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകാൻ തയ്യാറെടുക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുമായി തങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കാണിച്ചുകൊണ്ടാണ് നാളെ കോടതിയിൽ റിപ്പോർട്ട് പോലീസ് നൽകുന്നത്.